ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ ഓൾ ആർ വെൽക്കം ടു അവർ സോഡിയാക് ട്രാവൽ വ്ളോഗ്. നമ്മുടെ രണ്ടാമത്തെ വ്ളോഗാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അതിൽ എപ്പിസോഡ് 2. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളിപ്പോൾ പോകുന്നത് വാഴമലയിലെ വിമാനപ്പാറ കാണാനാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരമുണ്ട് വിമാനപ്പാറ. പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ പച്ചപ്പിൻ്റെ ഭംഗി അതിമനോഹരമായിരിക്കുന്നു. വാഴമലയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഓഫ് റോഡ് തന്നെയാണ്. ഇവിടെ ആകെ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് വെള്ളച്ചാട്ടം, 2 വിമാനപ്പാറ. ഈ യാത്ര തന്നെ 14 കിലോമീറ്റർ ദൂരമുള്ള ഓഫ് റോഡ് യാത്രയാണ്. മലകളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഒരു പ്രദേശം, കോടയുടെ ഭംഗി, ഇതൊക്കെയാണ് ഇവിടം മനോഹരമാക്കിയിരിക്കുന്നത്. കൂടുതലൊന്നും കാണാനില്ല. ഈ മലയുടെ താഴ്വാരത്താണ് പ്രസിദ്ധമായ പൊയിലൂർ മുത്തപ്പൻ മടപ്പരയും തൊട്ടടുത്തായി 1000 വർഷത്തിനു മേൽ പഴക്കമുള്ള ഒരു ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ നാനാ തരത്തിലുള്ള ഭാവങ്ങൾ നമുക്ക് കാണാം ഇവിടെ. ഈ വാഴമലയുടെ തൊട്ടടുത്താണ് കണ്ണമ്മ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴി കണ്ണമ്മ ഫോറസ്റ്റിലേക്കും എത്തിച്ചേരാൻ കഴിയും. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ഒരുപാട് ദൂരെയെല്ലാം യാത്ര ചെയ്യും ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാൻ. പക്ഷേ അടുത്തുള്ള ഇത്ര മനോഹരമായ ഒരു സ്ഥലമുണ്ട്. ഒരിക്കലെങ്കിലും ഈ ഭാഗത്ത് വന്ന് കാണണം ഈ സ്ഥലങ്ങളൊക്കെ. അടുത്തുള്ള കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞു ഈ സ്ഥലം കണ്ടിട്ടില്ല. അവർക്കെല്ലാം വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഈ സ്ഥലം സന്ദർശിക്കണം. നമ്മൾ നമ്മുടെ നാടിനെ തന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം പുറത്തേക്ക്. നമ്മുടെ ഏറ്റവും അടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലങ്ങൾ ഉണ്ടെന്ന് പുറത്തുള്ള ആളുകൾ കാണണം. അങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടി ആയി വരട്ടെ. അത്യാവശ്യം ആളുകൾ മാത്രം വരുന്നുണ്ട്. കൂടുതൽ ആളുകൾക്ക് ഈ സ്ഥലത്തെ പറ്റി അറിയില്ല. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇവിടെ സന്ദർശനം നടത്താൻ ഉള്ള ഒരു പ്രദേശമായി മാറട്ടെ വാഴമല. ഒരു ഗവൺമെൻറ് LP സ്കൂൾ ഇവിടെ നരിക്കോട്ട് മലയിൽ ഉണ്ട്. പാനൂർ ഉപജില്ലയിൽപ്പെട്ടതാണ് ഈ സ്കൂൾ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മഴക്കാലത്ത് എല്ലാ ദിവസവും തുടർച്ചയായി മഴ പെയ്യുന്ന സമയങ്ങളിൽ വാഴമലയിലേക്കുള്ള യാത്ര കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം മലമുകളിൽ നിന്നും ശക്തമായി വെള്ളം ഒഴുകി വരുമ്പോൾ അതോടൊപ്പം വലിയ പാറക്കല്ലുകൾ ഒഴുകി വന്ന് അപകടം വരാനും റോഡ് തടസ്സപ്പെടാനും സാധ്യതയുണ്ട്. ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ മലയും അതിനോട് ചേർന്നിട്ടുള്ള കോടയും കാർമേഘങ്ങളും പച്ചപ്പ് വിരിച്ചിട്ടുള്ള ആ തെങ്ങിൻ തോപ്പും വളരെ മനോഹരമായിരുന്നു കാണാൻ. വയനാട്, തിരുനെല്ലി എല്ലാം പോയ ഒരു അനുഭവമാണ് ഈ സ്ഥലത്ത് എത്തിയപ്പോൾ നമുക്ക് തോന്നുന്നത്. നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ. ആ മേഘത്തിൻ്റെ ഭംഗി കണ്ടോ നിങ്ങൾ? എന്തൊരു മനോഹരമാണ്! അടിപൊളിയല്ലേ? ഒരു കലാകാരൻ്റെ ഭാവനയിൽ വരച്ച് വെച്ചതുപോലെയുണ്ട്.
സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് വാഴമല, നരിക്കോട്ട് മല, തലശ്ശേരി അതിരൂപതയിൽപ്പെട്ടതാണ്. എല്ലാ ഞായറാഴ്ചയും ഇവിടെ കുർബാന നടക്കുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഈ പള്ളിയിൽ കുർബാന നടക്കുന്നത്. ഈ ഒരു പ്രദേശത്തേക്കുള്ള ഒരേ ഒരു ചർച്ചാണിത്. ഇവിടെ അവിടെ വാഴമല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 100 മീറ്റർ മതിയാ, ഒരു 250 മീറ്റർ ഇതുണ്ടാവും. എല്ലാവരും വരും. എൻഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ വഴിയിലൂടെയാണ് വിമാനപ്പാറയിലേക്ക് കയറി പോകേണ്ടത്. ഏകദേശം ഒരു 250 മീറ്റർ ദൂരം ഉണ്ട്. ഒരു ബോർഡും ഒന്നും വെച്ചിട്ടില്ല. ആ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയുള്ള ചെറിയ വഴിയിലൂടെ കയറിപ്പോയ വിമാനപ്പാറയിൽ എത്താം. നമ്മുടെ ക്യാമറമാൻ ഷിജിത്ത് ആണ്. അവൻ എൻ്റെ പിറകിൽ ക്യാമറയുമായി വരുന്നുണ്ട്. നമ്മൾ വിമാനപ്പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് വഴി. ഇങ്ങനെയൊക്കെയുള്ള വഴിയാണ്. വലിയ ഒരു പാറ ചെറിയൊരു പോയിന്റിൽ നിൽക്കുന്നത് തന്നെ ഒരു അത്ഭുതമായി തോന്നുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് തോന്നുന്നത്. വേറെ കൂടുതലൊന്നും കാണാൻ ഇവിടെയില്ല. ഞങ്ങൾ ഈ വിമാനപ്പാറയിൽ എത്തിയപ്പോൾ ഇവിടെ എന്നെ വിഷമിപ്പിച്ച ഒരു കാഴ്ച നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എന്തെന്നാൽ കുറേയേറെ പ്ലാസ്റ്റിക് ബോട്ടിലും ബ്രാൻഡി കുപ്പിയും സിഗരറ്റ് കുറ്റികളും ഫുഡ് വേസ്റ്റും ഇവിടെ അലക്ഷ്യമായി ചിതറിക്കിടക്കുന്നതാണ് കണ്ടത്. ഒരു അപേക്ഷയുണ്ട്. കഴിവതും ഇവിടെ പ്രകൃതിയെ മലിനമാക്കാതെ ഇരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കുന്നതിലേ നല്ലത്. ഭാവിയിൽ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായി വരാൻ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടി ആയതിനാൽ ഈ പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണ്, കടമയാണ്. ഈ ഒരു വലിയ പാറ ഇങ്ങനെ വ്യൂ പോയിന്റിൽ നിൽക്കാൻ കാരണം ഉരുൾപൊട്ടലിൽ കുറേ പാറകൾ എല്ലാം ഒഴുകിപ്പോയിട്ടുണ്ടാകാം. അവസാനം നിൽക്കുന്നത് ഈ ഒരു പാറയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വിമാനപ്പാറ. നമ്മൾ ഇവിടെ എത്തി കുറച്ച് നേരമായി. താഴത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഈ ഒരു പാറേൻ്റെ പേരാണ് വിമാനപ്പാറ. ഇതാണ് ലൊക്കാലിറ്റി. വഴി ചെറിയ ഇടുങ്ങിയ വഴിയാണ്. അതിൽ വരാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പ്രായമുള്ള ആളുകളും എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് എൻ്റെ സുഹൃത്തായ ജിഷിത്താണ്. അവർ ബാംഗ്ലൂർ സെറ്റിലാണ്. ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം നല്ല വീഡിയോവുമായി. താങ്ക്സ്.